നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്ത് അവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എടുക്കുന്നത് ഒരു ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം, വലിയ പൊട്ടറ്റോ ആണെങ്കിൽ 1 എണ്ണം. ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്ത് വെള്ളത്തിൽ ഉപ്പും ഇട്ട് കുക്കറിൽ വെച്ച് അവിച്ചെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഉടച്ച് വെക്കണം. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാം ഉണ്ടത്. ആ ഒരു ചിക്കണിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ കുക്കറിൽ ഒറ്റ വിസിൽ മതിയാകും ഇത് വെന്ത് കിട്ടാൻ. എന്നിട്ട് ഇവിടെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബോണുള്ളത് എടുത്ത് വേവിച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ സവാളയാണ്, 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു മുട്ട, കുറച്ച് മല്ലിയില. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാനിവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചതില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ റസ്ക്, ഞാൻ റസ്ക് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനൊരു ചെറിയ മണമുണ്ട്, അതും കൂടി ഇതിൽ നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കനെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ ആ ചിക്കൻ പീസസിനെ ഒന്ന് ജസ്റ്റ് ആ മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഉള്ള ആ ഒരു ഗ്രൈൻഡിങ് ഉണ്ടല്ലോ, ക്രഷ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ക്രഷായി വരും. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് റെഡിയാക്കാനായിട്ട് അതിൻ്റെ മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതുപോലൊരു കടായി എടുത്തിട്ട്, അടികട്ടിയുള്ളൊരു കടായി എടുക്കണം. എന്നിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ കണക്കാക്കിയാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ കട്ട്ലറ്റൊക്കെ കൂടുതലും സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇപ്പം ഇവിടെ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഈ സവാള നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വരണം. ഇവിടെ സവാള നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂണാണ് ഞാനിവിടെ ഉപ്പ് ചേർത്തിരിക്കുന്നത്. നേരത്തെ ചിക്കൻ വേവിക്കാൻ നേരത്ത് നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കൂടിപ്പോവും. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് ഓരോ ടേബിൾ സ്പൂണായിട്ട് കട്ട് ചെയ്ത് വെച്ച് ക്രഷ് ചെയ്തേക്കുന്ന, പിന്നെ 2 പച്ചമുളക്, ഇതും കൂടി നമുക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ എൻ്റെ എരിവിനനുസരിച്ചാണ് ഈ 2 പച്ചമുളക് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സവോള നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറിലോട്ട് ചേഞ്ച് ആവുന്ന ഒരു ടൈമിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഈ ടൈമിൽ നമുക്കിതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാനായിട്ടും ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാൻ. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും, 1/4 ടീസ്പൂൺ ഫുള്ള് ഞാൻ ചേർക്കുന്നില്ല, കുറച്ച്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു കളർ വരാൻ വേണ്ടി മാത്രം. സാധാരണ കട്ട്ലറ്റിൽ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഞാനിവിടെ 1 ടീസ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങളിത് ചേർക്കാൻ. ഈ മുളക് പൊടി ഒരിക്കലും എരിവിന് വേണ്ടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഞാനിവിടെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം മുളക് പൊടി എന്ന് പറഞ്ഞ് ഒരുപാട് എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പുറത്ത് ഷോപ്സിലൊക്കെ നമുക്ക് കിട്ടുന്ന കട്ട്ലറ്റിലൊന്നും മുളക് പൊടി ഉണ്ടാകാറില്ല, മഞ്ഞൾപ്പൊടിയും പെപ്പറും മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ട് സവാള. ഈ ടൈമിൽ നമുക്ക് ആ ചിക്കൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ ടൈമിൽ ഇൻ കേസ് എന്തെങ്കിലും ആ ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശമോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചൂടാവുന്ന ടൈമിൽ തന്നെ അതങ്ങ് പോവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ സോർട്ടാക്കി എടുക്കണം.
ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ്. പല സ്ഥലത്തും പല രീതിയിൽ ചെയ്യുന്നതുമാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു പരാതി എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് കിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ പൊട്ടിപ്പോകുന്നു, പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിവിടെ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മല്ലിയിലയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ ഇത് നല്ലതുപോലെ സോർട്ടായി വന്നിട്ടുണ്ട് ഈ ചിക്കനും മസാലയും കൂടി. ഇതിലേക്ക് നമുക്കിനി ആ ഒരു ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളെപ്പോഴും ഈ പൊട്ടാറ്റോ വേവിച്ച് എടുക്കുന്ന സമയത്ത് അത് വെന്ത് ഒന്ന് തണുത്ത് വരുമ്പോൾ കൈ വെച്ച് ഉടച്ചാലും മതി. പക്ഷെ നല്ല രീതിയിലൊന്ന് ഉടച്ചു വെക്കണം. അതല്ലാണ്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഉടച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉടയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. നല്ല രീതിയിൽ ആദ്യമേ തന്നെ പേസ്റ്റാക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല എത്രയും ഉടഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കോ അത്രയും കട്ട്ലറ്റും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വരും. ഇനി ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സായി വരണം. ഈ മിക്സായി വരുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ ലോയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ല ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ഒന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഉപ്പോ എരിവോ കുറവുണ്ടോയെന്നറിയാം. ഇപ്പം ഞാനിതിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഇച്ചിരി കൂടെ എരിവ് വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സാക്കി എടുത്ത് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. എല്ലാം പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും കട്ട്ലറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തണുക്കും. അതിനുശേഷം നമുക്ക് കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഷേപ്പിലായിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് ഒന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു മുട്ട ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു നുള്ള് ഉപ്പും ഒരു നുള്ള് കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫുൾ ഒരു എഗ്ഗ് അതിൻ്റെ മഞ്ഞക്കരുവും കൂടി ചേർത്ത് എടുക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു മുട്ടയുടെ ഒരു മണം മുന്നിലോട്ട് നിൽക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എഗ് വൈറ്റ് മാത്രം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഗ്ഗ് താല്പര്യമില്ലാത്തവർക്ക് മൈദമാവ് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൽ മുക്കിയും നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കാം. ഇനി ഈ കട്ട്ലറ്റ് നമുക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടെടുക്കുമ്പോൾ നല്ലൊരു റൗണ്ടായിട്ട് കിട്ടണം. അപ്പോൾ അത് കുറച്ച് നല്ല ഒട്ടും പിരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ റൗണ്ടായിട്ട് ഇടാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആ ബ്രെഡ് ക്രംസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അത് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വെള്ളമൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിലും ചില ആൾക്കാർ ചെയ്യുമ്പോൾ ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവിച്ച് വരുമ്പോൾ ചിലർക്കൊന്ന് അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ഒരു ബ്രെഡ് ക്രംസ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഓരോ ടേബിൾ സ്പൂണും കൂടി ചേർക്കണം. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ച് നോക്കണം. അപ്പോൾ അത് കറക്റ്റ് ബൈൻഡായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഒന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് നിങ്ങളുടെ മിക്സ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതിനൊരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഒരു റൗണ്ട് എടുത്ത് നോക്കണം. അപ്പോൾ ആ റൗണ്ട് പൊട്ടിപ്പോകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്കിത് റൗണ്ട് പിടിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡിയാക്കാൻ ഇതുപോലെ ഒരു ചെറിയ റൗണ്ട് പീസ് എടുത്ത് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കണം. റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കൈയുടെ അകത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിരൽ വെച്ച് തട്ടി കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിന് പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കട്ട്ലറ്റ് ഓരോന്ന് ഷേപ്പാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് അല്ലാതെ നമുക്ക് ഓവൽ ഷേപ്പോ ഹാർട്ട് ഷേപ്പോ അങ്ങനെ എങ്ങനെ വേണോ ഉണ്ടാക്കാം. ഇപ്പോൾ കൈവച്ച് പെട്ടെന്ന് പറ്റുന്നത് റൗണ്ടാണ്, അല്ലെങ്കിൽ ഓവലും പറ്റും. വേറെ എന്തെങ്കിലും ഷേപ്പ് മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ ആ രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതുപോലെ ഷേപ്പിനൊന്ന് റെഡിയാക്കി ഇങ്ങനെ വെക്കാം. അങ്ങനെ നമുക്ക് ഇനിയുള്ള എല്ലാം ഒന്ന് റൗണ്ടാക്കി എടുക്കാം. ഇപ്പം എനിക്കിവിടെ കട്ട്ലറ്റ് 11 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വലിയ സൈസും ചെറിയ സൈസും ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയ സൈസൊക്കെ കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ വലിയ സൈസ് എന്ന് പറയുന്നത് നോർമൽ സൈസാണ്, ഒരുപാട് വലുതൊന്നും അല്ല, നോർമലി ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈസ്.
ഇങ്ങനെ ഞാനിതിവിടെ ഒരു 11 എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് എഗ് വെയിറ്റിൽ ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എഗ് വെയിറ്റിൽ എപ്പോഴും ഇത് ഫുൾ എല്ലാ പോർഷനിലും എഗ് വെയിറ്റ് തട്ടി വരണം. അതാണ് കവറിങ്, അത് ബൈൻഡ് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കും. ബ്രെഡ് ക്രംസ് എപ്പോഴും ഇതുപോലെ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ വേണം എടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇങ്ങനെ ഡസ്റ്റ് ചെയ്തെടുക്കാം. പരന്ന പാത്രത്തിൽ ഇടുമ്പോൾ അത് ഡസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിൽ എടുക്കുന്നത്. അത് വലുതായോണ്ടാണ് 2 വെച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഡസ്റ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഇത് നല്ല വൃത്തിക്ക് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് ഉള്ളതെല്ലാം ഇങ്ങനെ തട്ടിക്കുടഞ്ഞങ്ങ് കളയണം. എന്നിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇനിയുള്ള എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കട്ട്ലറ്റ് ഈ ഒരു ഫോമില് നമുക്കിതിനെ ഫ്രീസറിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2-3 ആഴ്ച വരെ സുഖമായിട്ടിരിക്കും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഈ റംസാൻ ടൈമിലൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ സിപ്ലോക്ക് കവറൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിലോട്ട് ഇതിങ്ങനെ ചെയ്ത് അവർക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോഴിതിങ്ങനെ ചെയ്ത് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട ടൈമിൽ ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്നതെന്ന് അറിയുമ്പോൾ അന്ന് ഫുഡും എല്ലാം കൂടി ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള സ്നാക്ക് ഐറ്റം നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ ഇങ്ങനെ ചെയ്ത് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് അന്ന് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മാത്രം എടുത്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഒട്ടും വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല ഇതിലൊന്നും. എന്നാൽ മാത്രമേ അങ്ങനെ ഇരിക്കുള്ളൂ. നല്ല ഫ്രഷ് അതേ ടേസ്റ്റിന് തന്നെ ഇരിക്കുള്ളൂ. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ 11 കട്ട്ലറ്റും കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫ്രൈ ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് കയറ്റാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമുക്കിതൊരു പാൻ എടുത്ത് വെച്ച് ചൂടാക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഈ പാൻ നമുക്ക് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഡീപ് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല. നോർമലി ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത് ചൂടായോ എന്നറിയാൻ ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടല്ല ഫ്രൈ ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എന്നിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരുപാടങ്ങ് അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കണ്ട. കാരണം തമ്മിൽ തട്ടിയാൽ ചിലപ്പോൾ കോട്ടിങ് ഇളകാനൊരു ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമുക്കിതുപോലെ ഒന്ന് ഞാനിതിവിടെ 5 എണ്ണമാണ് അറ്റ് എ ടൈം ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് നോർമൽ രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാതിരിക്കാനാണ് മീഡിയത്തിൽ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറിയ സ്പൂൺ വെച്ച് നമുക്കിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ടതിനെ നമുക്കിങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഫ്രൈ ആയോ ഇല്ലെന്ന്. കാരണം കുക്ക് ചെയ്യാൻ ഇതിലിനി ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇത് ഫുള്ള് കുക്ക്ഡ് ആണ്. ആ ഒരു ബൈൻഡിങ് മാത്രം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് കട്ട്ലറ്റ് നമ്മൾ ഓൾറെഡി കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു നല്ലൊരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ആ മറ്റേ സൈഡും കൂടി ഇതേപോലത്തെ ഒരു കളർ ആവണം. അപ്പോൾ ഇത് ഈ ഒരു സൈഡ് കുറച്ചും കൂടി ഗോൾഡൻ ബ്രൗൺ ആവണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല. ഇതുപോലെ തമ്മിൽ തട്ടരുത്. ഇത് കണ്ടോ, തമ്മിൽ തട്ടുമ്പോൾ ആ ഒരു സൈഡ് ചിലപ്പോൾ ഇളകിപ്പോകാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തമ്മിൽ തട്ടാതെ ഇത് നമുക്കിനി കോരിയെടുക്കണം. ഒരു 2 സെക്കൻഡ് കൂടെ ഇതുപോലെ ഒന്ന് ആ ഒരു ചൂടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആവും. കാരണം നമുക്ക് വേറെ ഒന്നും കുക്ക് ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇടരുതെന്ന് പറയുന്നത്. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസ് എല്ലാം പെട്ടെന്ന് ബ്ലാക്ക് കളർ ആയിപ്പോവും. ഇപ്പം ഇതിവിടെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിനെ അങ്ങ് കോരിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങ് ഡാർക്കായി പോവും. ഇപ്പം ഇത് നല്ലൊരു കറക്റ്റ് ഗോൾഡൻ കളറിലിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുത്ത് നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പ പോലത്തെ ആ ഒരു ഇതിലോട്ട് മാറ്റാം. അപ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് ഡ്രൈൻ ആയി പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിനെയും ഒന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ അങ്ങ് കോരിയെടുത്ത് മാറ്റാം ഒരു പാത്രത്തിലേക്ക്.
ഞാനെല്ലാം ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് 11 കട്ട്ലറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ പൊട്ടാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും പുറത്ത് ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഇരിക്കുന്നത്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല കെച്ചപ്പിൻ്റെ കൂടെയോ അങ്ങനെ സെർവ് ചെയ്യാം, അത് വെറുതെ കഴിക്കണമെന്നുള്ളവർക്കും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കുന്നത്. വളരെ ഈസി ആയിട്ട്, ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ തലേന്ന് തന്നെ നമുക്കിത് ചെയ്ത് വെച്ചിട്ട് സമയത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ റെസിപ്പീസ് എത്തിച്ചു കൊടുക്കാനാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പീസുമായി കാണുന്നത് വരെ ബൈ ബൈ.